ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്നിട്ടുള്ള LDC എക്സാമിന്റെ ഇംഗ്ലീഷിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നമ്മൾ ഇന്നലെയും എക്സാമിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ തന്നെയാണ് ഒരു 80 അല്ലെങ്കിൽ 90% ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു സെഷനും കൂടെ ചെയ്യാണ്. തീർച്ചയായിട്ടും എല്ലാവരും ക്ലാസ് ഫുള്ള് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് നോക്കാം. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. എന്തായിരുന്നു ആൻസർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അലോങ് വിത്ത്, അല്ലെ? അലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, വിത്ത്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആരെയും നോക്കണ്ടേ? രണ്ട് സബ്ജക്റ്റ് ഉണ്ടാവും. ആ രണ്ട് സബ്ജക്റ്റിലെ ഫസ്റ്റ് സബ്ജക്റ്റിനെ നമ്മൾ നോക്കണം, അല്ലെ? അപ്പോ ദ ടൂറിസ്റ്റ് ഗൈഡ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അലോങ് വിത്ത് ഹിസ് ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ് ആണ്. ഓക്കെ, ഹാസ് അറൈവ്ഡ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം നമ്മൾ V3 ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ആൻസർ ഹാസ് ആയിട്ട് കിട്ടിയത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ആസ് വെൽ ആസ് വിത്ത്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത്, അക്കംപനീഡ് ബൈ, ബിസൈഡ്സ്. കണ്ടോ? ബിസൈഡ്സ്, അൺലൈക്ക്, റാദർ ദാൻ, ഇൻ അഡീഷൻ ടു, അല്ലെങ്കിൽ ലൈക്ക്, ലൈക്ക് അല്ലെങ്കിൽ അൺലൈക്ക്. അപ്പൊ നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കാം ആസ് വെൽ ആസ് വിത്ത്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കുക, അൺലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡും കൂടി ഉണ്ട് കേട്ടോ. അൺലൈക്ക്, റാദർ ദാൻ. ഓക്കെ, ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ തന്നെ നോക്കണം. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ എലിഫന്റ് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഡാഷ് നോട്ട് ഈറ്റ് ഫ്ലഷ്. എന്തായിരിക്കും ആൻസർ വരിക? അൺലൈക്ക് വന്നു, അല്ലെ? അൺലൈക്ക് വരുമ്പോൾ നമ്മൾ ആരെയും നോക്കണ്ടേ? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു വേർഡ് പഠിച്ചു വെച്ചേക്ക, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എലിഫന്റ് സിംഗുലർ ആണ്, അല്ലെ? എലിഫന്റ്, ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്ട്. അപ്പൊ സിംഗുലർ ആവുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ഡസ് ഉണ്ട്, ഡു ഉണ്ട്, വാസ് ഉണ്ട്, ഡിഡ് ഉണ്ട്. അപ്പോ സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഡസിനെയും നമുക്ക് പരിഗണിക്കാം, വാസിനെയും പരിഗണിക്കാം, അല്ലെ? നമ്മുടെ ആൻസർ ഡസ് നോട്ട് ഈറ്റ് ഫ്ലഷ് ആണ്. ഇപ്പൊ വേണമെങ്കിൽ കുറച്ചുപേര് ചിന്തിക്കാം, എന്തുകൊണ്ടാ വാസ് യൂസ് ചെയ്യാതിരുന്നേ? നമ്മൾ സാധാരണ വാസ് അല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ വേറ് അല്ലെങ്കിൽ ആം, ഇതിനൊക്കെ ശേഷം വെർബിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഷീ ഈസ് കമ്മിങ്, ദേ വേർ ഗോയിങ്, അല്ലെ? ഐ ആം കമ്മിങ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡാഷിന് ശേഷം അങ്ങനെയുള്ള ING ഫോം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഡസിന് ശേഷം ഇവിടെ നോക്കിയേ, ഡസ് നോട്ട് ഈറ്റ്. ഇനി ഇവിടെ ആ ഒരു കൺസെപ്റ്റും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഡു, ഡസ്, ഡിഡിന് ശേഷം വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്, അല്ലെങ്കിൽ V1 ഫോം വേണം യൂസ് ചെയ്യാൻ. അതായത് ഡസ് ഈറ്റ് എന്ന് പറയാം, അത് കറക്റ്റാ. അല്ലെങ്കിൽ ഡസ് സിങ് എന്ന് പറയാം, ഡസ് സിങ് എന്ന് പറയാം. ഡസിങ് എന്ന് പറഞ്ഞാൽ എന്താ? സിങ്സ് ആണ്, അല്ലെ? അല്ലെങ്കിൽ ഡിഡ് സിങ് എന്ന് പറയാം. ഓക്കെ, ഡിഡ് സിങ് എന്ന് പറഞ്ഞാൽ എന്താ? സാങ് ആണ്. ഇതേപോലെ ഡു, ഡസ്, ഡിഡിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഒന്നും ചേർക്കാത്ത ഫോം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അതായത് ഈ ഹാസ് ആണോ ഹാവ് ആണോ നമ്മുടെ ബേസ് ഫോം എന്ന് പറഞ്ഞാല്? പലരും ഇതൊക്കെ പഠിച്ചിട്ട് പോകും. അതായത് സിംഗ് എന്ന് പറഞ്ഞാല് V1, അല്ലെങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞാല് V1. അപ്പൊ ഹാസ് ആണോ ഹാവ് ആണോ V1 ഫോം, ബേസ് ഫോം എന്ന് പറഞ്ഞാല്? പറയാവോ? ഏതാണ്? ഹാവ് ആണ് കേട്ടോ. ബേസ് ഫോം എന്ന് പറയുന്നത് ഹാവ് ആണ്. നമ്മൾ പറഞ്ഞു എസ് ഒന്നും ചേർക്കാത്ത ഫോം എന്ന് പറഞ്ഞു, അല്ലെ? ഹാസിനകത്ത് എസ് ഇല്ലേ? അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹാവ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോവാ കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നോട്ട് ഓൺലി ദ ബോയ്സ് ബട്ട് ഓൾസോ ദ ടീച്ചർ ഡാഷ് വാച്ചിങ് TV. നോട്ട് ഓൺലി ദ ബോയ്സ് ബട്ട് ഓൾസോ ദ ടീച്ചർ ഡാഷ് വാച്ചിങ് TV. എന്തായിരിക്കും ആൻസർ വരിക? വളരെ സിമ്പിൾ ആണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരുമ്പോൾ നമ്മൾ ആരെ നോക്കണം? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക, അല്ലെ? ഇവിടെ ബോയ്സ് ഉണ്ട്, അത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. നമ്മൾ ആരെ നോക്കേണ്ടത്? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക. അപ്പൊ സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ അല്ലേ? അപ്പോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ. സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇസിനെയും ഹാസിനെയും പരിഗണിക്കാം, അല്ലെ? ആറും ഹാവും എന്തായാലും പറ്റില്ല, കാരണം അത് പ്ലൂറൽ ആണ്. പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ING ആണ് ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെ? ING ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇസ് ആണ് വരിക, അല്ലെ? ഇസ്, ആറ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ വേർ, അതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ
ING ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം യൂസ് ചെയ്യും. ഡു ഡസ് ഡിഡിന് ശേഷം നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്യും. V1 ഫോം യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം. കിട്ടിയെന്ന് വിചാരിക്കണം. അടുത്ത പോയിന്റിലേക്ക് കയറാം. ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ദിസ്. ഇമ്പോർട്ടന്റ് ആണ്. ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ദിസ്. ഇവിടെ ആൻഡ് ഉണ്ട് അല്ലെ, ആൻഡ് ഉണ്ട്. ഒന്ന് ആൻസർ പറയാവോ? എന്തായിരിക്കും ആൻസർ വരിക? ഇവിടുത്തെ ആൻസർ ഹാവ് ആണ്. ഓക്കെ, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഹാവ് ഡൺ ദിസ്. റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നോട്ട് മൈ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണ്ട. മനസ്സിലായോ? നോട്ട് മൈ സിസ്റ്റർ ആണ്, അപ്പൊ നമുക്ക് വേണ്ട. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഡാഷ് ഫില്ല് ചെയ്യാൻ. ഓക്കെ, അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നേ. അപ്പോ ഐ ഹാവ് ഡൺ ദിസ്, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഹാവ് ഡൺ ദിസ്, അങ്ങനെ വേണം പറയാൻ. ഇവിടെ ശ്രദ്ധിച്ചോ, ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം. ഡൺ കണ്ടോ? V3 ഫോം ആണ് ഡൺ. ഡു ഡിഡ് ഡൺ, ഡണ്ണ് V3 ഫോം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. They each dash their own office. They each dash their own office. ആൻസർ വരുന്നത് they each have their own office ആണ്. ഓക്കെ, റീസൺ നമ്മൾ സാധാരണ ഈച്ചിന് ശേഷം സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് കമ്മിങ് എന്ന് പറയും. ഇസ് കമ്മിങ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഈച്ച് ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂരൽ നൗൺ എന്ന് പറഞ്ഞു അല്ലെ, സ്റ്റുഡൻസ് ആണ്, പ്ലൂരൽ ആണ്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു റൂളായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂരൽ നൗൺ തന്നെയായിരിക്കും വരിക കേട്ടോ. അതിപ്പോ ഈച്ച് ഓഫ് ആണെങ്കിലും ഏത് വരാണെങ്കിലും ഓഫിന് ശേഷം പ്ലൂരൽ നൗൺ ആയിരിക്കും വരിക. അപ്പൊ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് കമ്മിങ്. ഓക്കെ, സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. പക്ഷേ ഈച്ചിന് മുമ്പില് പ്ലൂരൽ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ നോക്കിയേ, ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ് അല്ലെ. അപ്പൊ ഈച്ചിന് ശേഷവും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂരൽ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലൂരൽ വെർബ് ഏതൊക്കെയുള്ള? ഹാവും ഉണ്ട്, ആറും ഉണ്ട്. ആസും ഇസും സിംഗുലർ ആണ് അല്ലെ, രണ്ടിലും എസ് ഒക്കെ ഉണ്ട്, രണ്ടും സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ ദേ ഈച്ച്, ആറ് നമ്മൾ ആറിന് ശേഷം ING ഫോം വേണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എന്തായാലും ആറും പറ്റില്ല. നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഹാവ്. ദേ ഈച്ച് ഹാവ് their own office. ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ഈച്ചിന് മുമ്പിൽ പ്ലൂരൽ നൗൺ ഉണ്ടെങ്കിൽ ഈച്ചിന് ശേഷം നമ്മൾ പ്ലൂരൽ വെർബ് യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇനി ഈച്ച് ആൻഡ് ഈച്ച് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവ്രി, അതിന് ശേഷവും നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. പഠിച്ചോ? ഈച്ച് ആൻഡ് ഈച്ചിന് ശേഷവും ഈച്ച് ആൻഡ് എവ്രിക്ക് ശേഷവും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയാൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈച്ച് ആൻഡ് എവ്രി മെമ്പർ ഹാസ് ടു വോട്ട്. ഓക്കെ, ഹാസ് ടു വോട്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും അടുത്ത എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകണം. ഓക്കെ, നമ്മൾ വെറുതെ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി വരാൻ ചാൻസ് ഉള്ള PSCയുടെ ട്രെൻഡ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. മദർ ഇസ് കുക്കിംഗ് ഡാഷ് ലഞ്ച്. എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണോ? വേണ്ട. ഓക്കെ, അതായത് ഈ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട. ഇപ്പൊ പലരും ഈ ആർട്ടിക്കിളിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് എക്സാമിന് ഇരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഡൗട്ട് വരാം അല്ലെ, എവിടെയാ ഇപ്പൊ ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ടേ, എവിടെയാണ് ദ യൂസ് ചെയ്യണ്ടേ, എവിടെയാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടാത്തെ, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അതിന് ചെറിയൊരു കണക്ഷൻ പറയാം. ഇപ്പൊ ലഞ്ച് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഡിന്നർ ഓർക്കാം, നമുക്ക് ഡിന്നർ ഓർക്കാം. ഈ ഡിന്നർ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ രാത്രി ഡിന്നർ പലരും സ്കിപ്പ് ചെയ്യും അല്ലെ. അപ്പൊ നോ ഡിന്നർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. നോ എന്ന് പറഞ്ഞാല് നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഡിന്നർ, അതിന്റെ കൂടെ തന്നെ ഡിന്നർ ഓർമ്മ വന്നാൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർമ്മയിൽ വരുമല്ലോ അല്ലെ. അപ്പൊ ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്റെയൊക്കെ മുമ്പിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പൊ മദർ ഇസ് കുക്കിംഗ് ലഞ്ച് എന്ന് മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദേ ആർ പ്ലേയിങ് ഡാഷ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് അല്ലെ. ഈ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ എന്തെങ്കിലും യൂസ് ചെയ്യണോ? വേണ്ട, നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. നമ്മൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഹോക്കി എന്നൊക്കെയാണ് പറയാ അല്ലെ. അപ്പൊ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടാത്ത രണ്ട് കേസുകൾ നമ്മളിവിടെ പറഞ്ഞു.
എന്താ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. അതേപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് വേണമെങ്കിൽ അടുത്ത ചോദ്യം ഇതാവാട്ടോ. സ്പോർട്സ് ആൻഡ് ഗെയിംസിന് പേരിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഹി ഡൈഡ് ഡാഷ് ക്യാൻസർ. എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഡൈഡ്. ഈ ഡൈഡ് തന്നെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു തരാം. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഹി ഡൈഡ് ഓഫ് ക്യാൻസർ. കേട്ടോ, ഒരു അസുഖം എന്നുള്ള രീതിയിൽ ഒരു അസുഖം മൂലം മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഡൈഡ് ഓഫ് എന്ന് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഡൈഡ് ഓഫ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം, ഒരു അസുഖമാണ് അല്ലെ. ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓഫായി, നമ്മൾ കുറച്ച് വിഷമിച്ചിരിക്കുക, ഓഫായി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഡൈഡ് ഓഫ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പേഷ്യന്റ് ഡൈഡ് ഡാഷ് വൂണ്ട്. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ ഡൈഡ് ഫ്രം ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വൂണ്ട് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല അല്ലെ, ഒരു അസുഖമല്ല, ഒരു എന്താ പറയാ മുറിവ് കാരണം മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അസുഖമല്ല. അങ്ങനെ വരുമ്പോ ഡൈഡ് ഫ്രം വൂണ്ട് എന്ന് വേണം പറയാൻ. അപ്പൊ തമ്മിൽ കൺഫ്യൂഷൻ വരണ്ട. അസുഖങ്ങൾ വരുന്ന കേസ് വരുമ്പോഴാണ് നമ്മൾ ഡൈഡ് ഓഫ് പറയുക. അല്ലാത്ത കേസ് ഇപ്പൊ വൂണ്ട് ആണെങ്കിൽ നമ്മൾ ഡൈഡ് ഫ്രം ആണ് പറയാം. ഇനി നമുക്ക് ഡൈഡ് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കുറച്ചും കൂടെ നോക്കാം. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഡൈഡ് ഓഫ് നമ്മൾ പറഞ്ഞു ഡിസീസിന്റെ കൂടെ അല്ലെ, ഡൈഡ് ഓഫ് കോളറ. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം ഡൈഡ് ഫ്രം. നമ്മളിപ്പോ പറഞ്ഞു എന്താ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കേസുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്, വേണമെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യായിരുന്നു അല്ലെ. അങ്ങനെയുള്ള കേസുകൾ, ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ വൂണ്ട്, നമ്മളിപ്പോ പറഞ്ഞു വൂണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡൈഡ് ഫ്രം ആണ്. പിന്നെ ഡൈഡ് ഫോർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഹി ഡൈഡ് ഫോർ ഹിസ് കൺട്രി, അവന്റെ രാജ്യത്തിന് വേണ്ടി അവൻ മരിച്ചു അല്ലെ. അപ്പൊ ഹി ഡൈഡ് ഫോർ ഹിസ് കൺട്രി. ഇനി ഡൈഡ് ഇൻ, നമ്മൾ മെയിൻ ആയിട്ട് ഡൈഡ് ഇൻ പറയുന്നത് ആക്സിഡന്റിന്റെ കേസ് വരുമ്പോഴാണ്. ഹി ഡൈഡ് ഇൻ ട്രെയിൻ ആക്സിഡന്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ഓർത്ത് വെക്കാം, ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് പറ്റി, ഉടനെ തന്നെ നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകും അല്ലെ, ഇന്ന് കൊണ്ടുപോകുന്ന ഓർക്കാം. ഇപ്പോ ICUലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒക്കെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ ഡൈഡ് ഇൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആക്സിഡന്റ് കേസ് പറയുമ്പോഴാണ്. ഹി ഡൈഡ് ഇൻ എ ട്രെയിൻ ആക്സിഡന്റ്. പിന്നെ ഡൈഡ് ഓൺ. ഓക്കെ, ഹി ഡൈഡ് ഓൺ ദ സ്പോട്ട്, അല്ലെങ്കിൽ ഹി ഡൈഡ് ഓൺ മൺഡേ. നമ്മളിങ്ങനെ ഡേയ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ. അതേപോലെ തന്നെ ഡൈഡ് ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ ഡൈഡ് ഓൺ മൺഡേ. ഡൈഡ് അറ്റ് ആ പെർട്ടിക്കുലർ ടൈം ആണ് പറയാ അല്ലെ. ഹി ഡൈഡ് അറ്റ് 9:30 AM എന്നൊക്കെ പറയും. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഡൈഡ് ഓഫ് നോക്കുക, ഡൈഡ് ഫ്രം നോക്കുക, ഡൈഡ് ഫോർ നോക്കുക. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെറ്റാതിരിക്കാനുള്ള കണക്ഷനും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഐ മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് സൺഡേ. എന്തായിരിക്കും ആൻസർ വരിക? ഐ മെറ്റ് ഹിം. ഇവിടെ പലരും ചിലപ്പോൾ ഓൺ എന്നുള്ള ഒരു ഓപ്ഷനിലേക്കൊക്കെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഓൺ അല്ല, ഇവിടെ പ്രപ്പോസിഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഐ മെറ്റ് ഹിം ലാസ്റ്റ് സൺഡേ എന്ന് മതി. നമ്മൾ സാധാരണ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡേ അല്ലെ, ഓണം ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൺ പറയും. ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ ഓണം ഡേ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഡേയുടെ മുമ്പിൽ ഒരു ലാസ്റ്റ് വന്നു എന്ന് വിചാരിച്ചു, അതായത് ഈ ഡേയുടെ ഫ്രണ്ടിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണ്ട. ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഐ മെറ്റ് ഹിം ലാസ്റ്റ് സൺഡേ എന്നുള്ളത് മതി. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഐ മെറ്റ് ഹിം ഓൺ സൺഡേ. അത് കറക്റ്റാ, ഐ മെറ്റ് ഹിം ഓൺ സൺഡേ. ഓക്കെ, പക്ഷെ ഈ ലാസ്റ്റ് ഫ്രണ്ടിൽ വരുമ്പോഴാണ് ഈ ഒരു റൂള് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഐ ആം ഗോയിങ് ടു ഡാഷ് ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐ ആം ഗോയിങ് ടു ഡാഷ് ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. നമ്മൾ എവിടെയെങ്കിലും അതിന്റെ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല അല്ലെ. അപ്പോൾ അതാർക്കെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഓർക്കാം. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പോ ഷീ ഗോസ് ടു സ്കൂൾ ടു സ്റ്റഡി അല്ലെ. ഷീ ഗോസ് ടു ദ സ്കൂൾ എന്നല്ല പറഞ്ഞേ, ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്രൈമറി പർപ്പസിനാണ് പോയിട്ടുള്ളത് അല്ലെ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. അങ്ങനെ പ്രൈമറി പർപ്പസിന് പോകുമ്പോൾ നമുക്ക് ഫ്രീ ആണെന്ന് ഓർക്കാം. അതായത് ഫ്രീ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒന്നും ചേർക്കണ്ട. ഷീ ഗോസ് ടു സ്കൂൾ ടു സ്റ്റഡി.
ഓക്കെ. അതേപോലെ ഐ ആം ഗോയിങ് ടു ഡാഷ് ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. ബാങ്കിൽ പോകുന്നത് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈമറി പർപ്പസ് ആണ് അല്ലേ? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എടുക്കാനും ഒക്കെയാണ് നമ്മൾ ബാങ്കിൽ പോകുന്നത്. പ്രൈമറി പർപ്പസ് ആണ്. എന്നാൽ കൂടി ഇവിടെ ആൻസർ വരുന്നത് ആണ്. ഐ ആം ഗോയിങ് ടു ദ ബാങ്ക് ടു ഗെറ്റ് സം ക്യാഷ്. അപ്പൊ ഇതൊരു എക്സെപ്ഷൻ കേസ് ആണ്. ഈ ബാങ്കിന്റെ കേസ് പറയുമ്പോഴും അതേപോലെ തന്നെ ഓഫീസിന്റെ കേസ് പറയുമ്പോഴും പ്രൈമറി പർപ്പസോ അല്ലയോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ. ബാക്കി എല്ലാ കേസുകളിലും പ്രൈമറി പർപ്പസിന് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട. പക്ഷെ ഈ ബാങ്കിന്റെ കേസും ഓഫീസിന്റെ കേസും വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ അതിന് മുമ്പ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കയറാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ. ഇത് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് വരുമ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ഷാൽ വി തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഒന്നും നോക്കണ്ട കേട്ടോ. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് വരുമ്പോൾ ഷാൽ വി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മുടെ 83ാമത്തെ ചോദ്യം ഞാൻ എക്സാമിന് മുമ്പ് തീർച്ചയായിട്ടും അത് ചോദിക്കുന്നതിനെ പറഞ്ഞിരുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എപ്പോഴും നോക്കേണ്ടത് എന്താ, ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ ആളെ വേണം നോക്കാൻ. സെയ്സ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് സെയ്സ് എന്ന് പറയുന്നത് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഈ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ, ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്, അങ്ങനെ അപ്പോൾ അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ടാ വരിക? എന്താ, ഇവിടെ രണ്ട് സ്ഥലത്തും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യണം, ഇവിടെ സെയ്സ് എന്നുള്ളത് സെയ്സ് തന്നെയായിരിക്കണം, അല്ലാതെ അവിടെ മാറ്റം വരുത്തരുത് കേട്ടോ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത എക്സാമിന്. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി, ഹി ഹാസ് സെഡ്. അപ്പോ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ഹാസ് സെഡ് ദാറ്റ് ഡാഷ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി, ഹി ഹാസ് സെഡ്. നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റോ അല്ലെങ്കിൽ ഹാസഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? അപ്പോൾ പ്രസന്റിൽ ആര് വേണമെങ്കിലും ആവാം കേട്ടോ. അതിപ്പോ സിമ്പിൾ പ്രസന്റ് തന്നെ ആവണം എന്നില്ല, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആവാം. അങ്ങനെയുള്ള പ്രസന്റിൽ ആര് വന്നു കഴിഞ്ഞാലും ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റാൻ പാടില്ല. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. അപ്പൊ ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരും? എങ്ങനെ വരിക? ഹി ഹാസ് സെഡ് ദാറ്റ്. കണ്ടോ, ഹാസ് സെഡ് തന്നെ വരണം കേട്ടോ. ഹി ഹാസ് സെഡ് ദാറ്റ്. യെസ്, ഹി ഹാസ് സീൻ ദാറ്റ് മൂവി അല്ലെ? ഐ ഹാവ് സീൻ ദാറ്റ് മൂവിയാ, ഐ എന്നാണ് പറയാ. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി അല്ലേ വരും. അപ്പോൾ ഹി ഹാസ് സീൻ ദാറ്റ് മൂവി. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി. മനസ്സിലായോ? ഇനി ഇവിടെ ഹാസ് സെഡ് അല്ല, വെറുതെ സെഡ് ആണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി എന്ന് പറയുമ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ പഠിക്കുമ്പോൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ എക്സെപ്ഷൻ കേസ് പഠിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പൊ PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് കേട്ടോ. എന്ത് കാര്യം പഠിക്കുമ്പോഴും കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം ഇഫ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദി പുവർ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഹാഡിന് ശേഷം V3 ഫോം കൊടുത്തിട്ടുണ്ടോ? മണി എന്ന് പറയുന്ന V3 ഫോം ആണോ? അല്ല അല്ലെ? ഇപ്പൊ ഹാഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ഹാഡിന് ശേഷം V3 ഫോം ഉണ്ട്. പക്ഷെ ഇവിടെ ഹാഡ് മണി, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഹാഡ് എന്ന് പറഞ്ഞാൽ ഇത് V2 ആണ്. നമ്മുടെ ഹാസും ഹാവിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് എന്ത് വരണം? വുഡ് പ്ലസ് V1 ഫോം വരണം അല്ലെ? വുഡ് പ്ലസ് V1 ഫോം. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹാവ് ഹെൽപ് ദി പുവർ. If you study well, you will pass. If you studied well, you would pass. If you had studied well, you would have passed. Okay? അതിന്റെ കൂടെ തന്നെ സീറോ കണ്ടീഷനും കൂടെ പഠിച്ചു പോവുക. If you heat water, it boils. It will boil എന്നല്ല പറയാ, it boils ആണ് പറയാ. കാരണം ട്രൂത്ത് ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ സീറോ കണ്ടീഷൻ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ചോദ്യം കൂടെ നോക്കാം.
നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, ഇഫ് ഐ ഡാഷ് ഇനഫ് മണി ഐ കുഡ് ഹാവ് ഹയർഡ് എ ടാക്സി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഉണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് വേണം? ഹാഡ് പ്ലസ് V3 വേണം അല്ലെ? ഹാഡ് പ്ലസ് V3. അപ്പൊ ആൻസർ എന്താ വരിക? ഒരു ഹാഡ് വേണം പ്ലസ് ഒരു V3 ഫോം ഓഫ് ദി വെർബും വേണം. ആ V3 ഫോം ആണ് നമ്മുടെ അടുത്ത ഹാഡ്. മനസ്സിലായോ? അപ്പൊ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ കുഡ് ഹാവ് ഹയർഡ് എ ടാക്സി. ആദ്യത്തെ ഹാഡ് നമ്മുടെ ഫോർമാറ്റിലുള്ള ഹാഡ് പ്ലസ് രണ്ടാമത്തെ ഹാഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഹാസ് ഹാവിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് ഹാഡ്, V3 ഫോം എന്ന് പറയുന്നതും ഹാഡ് തന്നെ. അങ്ങനെയാണ് അവിടെ രണ്ട് ഹാഡ് വന്നത്, അല്ലാണ്ട് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ കുഡ് ഹാവ് ഹയർഡ് ടാക്സി. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം, ഇൻഡയറക്ട് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഹി സെഡ് ഐ ഷാൽ കം. ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? യെസ്, നമ്മുടെ ആൻസർ ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്തായാലും പാസ്റ്റിലാണ്. അപ്പൊ ഇവിടെ എന്തായാലും ടെൻസ് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം ആണ് ആൻസർ ആയിട്ട് വരിക. അതെന്തുകൊണ്ട് ഇവിടെ ഷുഡ് കൊടുത്തിട്ട് നമ്മുടെ ആൻസർ വുഡ് ആയിട്ട് വന്നേ? അല്ലേ? എന്താ കാര്യം? എന്താ, നമ്മൾ സാധാരണ ഐയും വിയും, ഈ ഐയും വി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. ഈ ഐഡിയും വിയുടെയും കൂടെയാണ് നമ്മൾ ഷാല് യൂസ് ചെയ്യുക കേട്ടോ. പ്രയോറിറ്റി ഐയും വിയും വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഷാല് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹി സെഡ് ഐ ഷാൽ കം, അവൻ പറഞ്ഞു അവന് വരാന്ന്, ഐ ഷാൽ കം. ഐഡിയും വീഡിയും കൂടെയാണ് ഷാല് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഐഡിയും വീഡിയും കൂടെയാണ് ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഹി ഷുഡ് എന്ന് നമ്മൾ പറയോ? ഇല്ല, പകരം എന്ത് പറയണം? ഹി വുഡ് എന്ന് വേണം പറയാൻ. ക്ലിയർ ആണോ? അതായത് ഐയും വീഡിയും കൂടെ ഷാല് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഷുഡ് യൂസ് ചെയ്യും. ഇവിടെ ഐ ഷാൽ കം എന്നുള്ളത് നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഐ മാറ്റിയിട്ട് ഹീ ആയിട്ട് വരും, അവനല്ലേ പറഞ്ഞേ. അപ്പൊ ഹീ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഷുഡ് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് ഹീ വുഡ് കം എന്നുള്ള ആൻസർ പറയാനുള്ള റീസൺ. ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് കം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഫ്രീ ക്ലാസ്സുകൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഈ കഴിഞ്ഞ എക്സാം എഴുതിയിട്ടുള്ള പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് അറിയാത്തതുണ്ടെങ്കിൽ അറിയാത്ത ടോപ്പിക്ക് മാത്രം കേട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ സമയം വാല്യുബിൾ ആണ്, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ ആരും മറക്കല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ തന്നെ കൂടുതൽ റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ബൈ.